കൊച്ചുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു കുപ്പിയുടെ ഭാഗം മുറിച്ചിട്ട് മൂട് ഭാഗം മുറിച്ചിട്ട് ഒരു വലിയ വടിയുടെ മുകളിൽ ഇങ്ങനെ എത്താത്ത ഭാഗത്ത് ഒച്ചിനൊക്കെ പിടിക്കുക. ഉയരത്തുള്ള ഒച്ചിനൊക്കെ ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് പിടിച്ചിട്ട് കൊല്ലാൻ പോവാ കേട്ടോ. എല്ലാ ഒച്ചിനും ഇങ്ങനെ മലർത്തിയിട്ടിട്ട് ഉപ്പിടണം. ഇല്ലെങ്കിൽ ഇത് ഉപ്പൊക്കെ കളഞ്ഞിട്ടാണ് ഇവിറ്റ വീണ്ടും അരിച്ചു പോവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ മലർത്തിയിട്ടിട്ട് മഹാപാപാണ് ചെയ്യണതെന്ന് ഞങ്ങൾക്കറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിന്റെ ശല്യം നല്ല ഉണ്ട്, അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണത്. രാത്രി മാത്രം ഇവര് നടക്കുക, പകലൊക്കെ ഇവരിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു ഭാഗത്ത് വാഴയുടെ മേലൊക്കെ. നല്ല സിമ്പിളായിട്ട് പിടിക്കുക കേട്ടോ. അങ്ങനെ കുപ്പിയിൽ വേണ്ട അങ്ങനെ കുപ്പിയിലേക്ക് അങ്ങനെ ഒന്ന് പാടിപ്പോയി. ഇപ്പോൾ വാഴയുടെ മുകളിലാണ് മുഴുവനും. ചിലതിന് കിട്ടില്ല, ചിലത് താഴ്ത്ത് വീഴും. ഒരുപാട് കുപ്പിക്ക് അകത്ത് വീഴുന്നുണ്ട്. ഇതൊക്കെ എത്ര ഉയരത്താ. കുപ്പിയുടെ അകത്ത് വീഴോ ഇല്ലയെന്ന് അറിയില്ലല്ലോ വെച്ചിട്ടൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഇത് കണ്ട കുപ്പി നിറഞ്ഞെടുക്കുന്നു വെച്ച് നമുക്ക്. ഈ കുപ്പി ഫുള്ളായി ഇപ്പോൾ വെച്ച്. ഇനി നമുക്കിതിനെ കൊണ്ടുപോയിട്ട് ഉപ്പിടാം. അത് വന്നിട്ടില്ല. ഇവിറ്റുള്ള കാരണം ഞങ്ങൾക്കൊരു സാധനം വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല. ഓണത്തിന് ചോറ് നല്ല വാഴയില മുറിക്കാൻ വരെ അറപ്പാണ്. എന്ത് സാധനം ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്ലാവിന്റെ മേലെ മാവിന്റെ മേലെ എല്ലാ മരത്തുമ്മയും കയറും. ബാത്റൂമൊക്കെ പുറത്താണ്, ബാത്റൂമിന്റെ ചുമരിലൊക്കെ ഉണ്ടാവും. ആയാലും ഒച്ച വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി വെക്കും കേട്ടോ. കുപ്പി ഇങ്ങനെ മുറിച്ചിട്ട് ഒരു കോലിങ്ങനെ നീളനെ ഇതാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇതേപോലെ കണ്ട് ഇതേപോലെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കൂ കേട്ടോ. കണ്ടോ ഇതല്ലേ വള്ളിമേഘാന്ന് ചിലപ്പോ നിലത്ത് വീഴുവോ. കിട്ടി. കവുങ്ങിന്റെ മേലൊക്കെ ഉണ്ടേ. ആ അതിനെ പിടിക്കൂ. സൂര്യനെ കാരണം കാണാനില്ല. അന്നത് ഓമയുടെ മേലെ അങ്ങനെ കണ്ടില്ല. കണ്ട കായ വന്നു തുടങ്ങണേയുള്ളൂ, അതും ഒക്കെ ഉണ്ടാവും പറ്റ. ഇതിനെ കൊല്ലണത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്ത് ക്രൂരതയാ കാണിക്കണമെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇതൊന്നും ക്രൂരതല്ല. നമുക്ക് വീട്ടിലൊന്നും ഇനിയിപ്പോൾ ഒരു വിശേഷമായി ഒരു ഇല മുറിക്കാനൊക്കെ ഇപ്പോൾ ഇതാ വാഴയുടെ മുകളിലാണ് ഇപ്പോൾ ഇതൊക്കെ.
നമ്മൾക്ക് ഒരു വാഴന്റെ ഇല മുറിക്കപ്പോ ഞാനിപ്പോ ഈ പിടിച്ച വെച്ചോളൊക്കെ ഇപ്പൊ ഒരു വിധം വാഴ മുകളിലാണ്. ഈ വാഴന്റെ മുകളിന്ന് നമുക്കൊരു ഇല മുറിക്കണം വെച്ചാൽ ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് ആരിപ്പം അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രൂരതയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വാഴന്റെ മേലെ ഒന്നുണ്ട്, കാണിച്ചു തരാട്ടോ. ഇവിടെ നിൽക്കാറപ്പ, കാരണം ഇതൊക്കെ കാഷ്ടിച്ചിട്ടൊക്കെ ഉണ്ടാവും. എവിടെ കണ്ട, ഇത് ഓപ്പോസിറ്റ് സൈഡിൽ, അതിന് കിട്ടില്ല. അത് എടുക്കണം, തട്ടി വീട്ടിട്ട് ഇങ്ങോട്ട് ഇല താഴ്ത്തിയിട്ട് കൊടുന്നിട്ട് ഇങ്ങോട്ട് ചാച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ ഈ വാഴ മുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാതിരിക്കുക? കണ്ട, പറിച്ചെടുത്താൽ വരുന്ന പോലുമില്ല. ഇതേ നോക്കി അതിന്റെ കാഷ്ടം കണ്ട. ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കും. ഇതൊക്കെ ഒരെണ്ണം താഴ്ത്ത് വീണതാണിത്. എത്തിലേ പറ്റോ? ഞങ്ങളെല്ലാത്തിനും തുരത്തി ഓടിക്കും. കണ്ടോ? കുപ്പിക്ക് കിടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഒച്ചുകൾ, അപ്പോൾ ഉയരത്തുള്ള ഒച്ചുകളൊക്കെ ഇങ്ങനെ പിടിക്കുക. പിന്നെ ഇതൊന്നും ഇങ്ങനെ വെള്ളം കുറച്ചായിട്ട് നീര് വരുന്നുണ്ട്. ഇത് കയ്യിലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് വിഷമാണ്. വേണമെങ്കിൽ എന്തെങ്കിലും അല്ലേ പ്ലാസ്റ്റിക്കിന്റെ കവറോ എന്തെങ്കിലും ചുറ്റി കൊടുത്താൽ മതി. ഇത് കയ്യിലാവരുത്. അപ്പൊ നിങ്ങൾ വടി മാറ്റണം. ഇതിന്റെ ലിക്വിഡ് കയ്യിലായ എന്തെങ്കിലും പൊള്ളം പൊന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതാവാതെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തോന്ന് മാത്രം. അതുകൊണ്ട് ഇത്രയും ഉച്ചിനെ കിട്ടി. കണ്ടോ ഗൈസ്? കണ്ടാ? പിന്നെ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. എൻ്റെ ക്യാമറയിൽ കാണാനില്ല. അതവിടെ കണ്ട കണ്ട കണ്ട. പിന്നെ അതവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നുണ്ട്. കണ്ട കണ്ട, എത്ര ഒച്ചുകളാ. അയ്യേ, ഇവറ്റങ്ങളുടെ കാഷ്ടം കാണിച്ചു തരാം. നോക്കൂ നോക്കൂ നോക്കൂ. നൂൽപുട്ടുണ്ടാക്കിയുണ്ടാവില്ലേ നമ്മൾ? നൂൽപുട്ടിന് പിരിച്ച പോലെ. അങ്ങനെ പറയല്ലേ, ഇത് കഴിക്കൊന്നുമില്ല. പിന്നെ അതെ നോക്ക്. ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. അതാ അതിൻ്റെ അടിയിൽ. എത്തുവോ? ഇതല്ലേ? അമ്മ അതിൻ്റെ ഉള്ളിലൊന്ന്. ഇത് ഒന്നും ജീവണ്ട് തോന്നുന്നു. ഇതോടുകൂടി ഒച്ചപിടുത്തം ഇവിടെ സമാപിക്കുന്നു. നമുക്ക് എത്ര എണ്ണം കിട്ടി? കണ്ടോ? ഇത്രയും ഒച്ചിന് കിട്ടി. എന്തായാലും ഈ ഐഡിയ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഉപ്പിടാൻ മടിച്ചിട്ട് നിങ്ങൾ ഉപ്പിടാതെ ഇരുന്നത് വന്നിങ്ങനെ കണ്ടില്ലേ? പെരുകി പെരുകി ഇത്രയാവും. തുടക്കത്തിലെല്ലാവരും കൊന്നോളൂ. അപ്പോൾ ഒച്ചിനെ പിടിക്കൽ ഇവിടെ കഴിഞ്ഞു. ഞങ്ങള് പോവാണിത്. മഴ വരുന്നുണ്ടേ. അപ്പോൾ അത് അത്രയും ഒച്ചിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ കൊടുക്കൂ. ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.